ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അന്നമ്മാസ് ഡ്രീം വേൾഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗെന്ന് പറയുന്നത് ഒരു അവിയൽ വ്ളോഗാണ് കേട്ടോ. എല്ലാം ഉണ്ട്, എല്ലാം ഞാൻ കുറച്ചായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ സ്ഥിരം വരുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അയാളുടെ കൂടെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ കാപ്പി കുടിച്ചു. കാപ്പി ചപ്പാത്തിയായിരുന്നു. ചപ്പാത്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് തൂത്ത് വാരാമെന്ന് വിചാരിച്ചു. ഇന്ന് സൺഡേ അല്ലേ, സൺഡേ ആയതുകൊണ്ട് താമസിച്ചായിരുന്നു എണീറ്റത്. ബാക്കി എല്ലാ ദിവസവും താമസിച്ചാണ് എണീക്കുന്നത്, അതിലും താമസിച്ചാണ് ഇന്ന് എഴുന്നേറ്റത് കേട്ടോ. അപ്പോൾ തൂത്ത് വാരാമെന്ന് വിചാരിച്ചു. മടിയാണ്, ഭയങ്കര മടി. ആ തൂപ്പ് കാണുമ്പോഴേ അറിയാമല്ലോ, അവിടെ കുറച്ച് വെള്ളം കിടപ്പുണ്ടായിരുന്നു. അതിൽ തന്നെ കറക്റ്റ് ഞാൻ ബ്രഷ് കൊണ്ടിട്ട് തൂത്ത് കൊടുത്തു. അങ്ങനെ ബ്രഷ് നനഞ്ഞു. പിന്നെ അത് വെച്ച് തന്നെ അങ്ങ് തൂത്ത്. എന്താ ചെയ്യാൻ, മണ്ടത്തരങ്ങളല്ലാതെ കാണിക്കാറില്ല. മടി കൂടുമ്പം മണ്ടത്തരങ്ങളും കൂടും. എൻ്റെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും എന്ന് പറയും പോലെ മണ്ടത്തരങ്ങളായിരിക്കും ചെയ്യുന്നത് മൊത്തം. മടിയില്ല, അല്ലാതെ നോർമലായിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് ചെയ്യും കേട്ടോ. മടിയോടെ ചെയ്യുകയാണെങ്കിൽ ഒന്നും ശരിയാകത്തില്ല, ഒന്നും ശരിയാകത്തില്ല എനിക്ക്. അങ്ങനെ നമ്മുടെ ഹാളും അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഓടിച്ചിട്ട് തൂത്തുവാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് നീലൂട്ടൻ്റെ കളിപ്പാട്ടങ്ങൾ, ബസ്, സൈക്കിള്, അങ്ങനത്തെ സാധനങ്ങൾ. ആ കിടക്കുന്ന തുണി നല്ല തുണിയല്ല കേട്ടോ. നമ്മളെവിടെ വെള്ളം വല്ലതും വീഴുമ്പം തുടയ്ക്കാനായിട്ട്, ചവിട്ടി തേക്കാനായിട്ട് ഇട്ടേക്കുന്ന ഒരു തുണിയാണ്. അപ്പോൾ അത് എല്ലാം മാറ്റിയിട്ട് വേണം നമുക്ക് ഒന്ന് തൂക്കണമെങ്കിൽ തൂക്കാൻ. അല്ലാതെ പെട്ടെന്ന് ഇപ്പം ഒരു ചൂലോ ബ്രഷോ എടുത്തുകൊണ്ട് വന്നിട്ട് പെട്ടെന്ന് തൂത്ത് പോവാം എന്ന് വിചാരിച്ചാൽ ഈ വീട്ടിൽ നടക്കത്തില്ല. ഓരോ സ്ഥലത്തും ഓരോ മൂലയ്ക്കും ഓരോ കളിപ്പാട്ടങ്ങൾ കാണും. നീലൂട്ടൻ്റെ കാറെങ്കിൽ കാറ്, ബസ്സെങ്കിൽ ബസ്, സൈക്കിളെങ്കിൽ സൈക്കിള്, ബൈക്കെങ്കിൽ ബൈക്ക്, എല്ലാം കാണും. ആ മൂലയ്ക്ക് കണ്ട നീലൂട്ടൻ്റെ കുഞ്ഞ് കസേര കിടക്കുന്നിടത്ത് 3 സാധനങ്ങൾ കിടപ്പുണ്ട്. ഒരു ട്രെയിന്, ഒരു കാറ്, ഒരു ബൈക്ക്. അത്രയും സാധനങ്ങൾ കിടപ്പുണ്ട്. അത് കൈകൊണ്ടെടുത്ത് മാറ്റി സ്ഥാനത്ത് വെക്കാനൊന്നും എനിക്കിപ്പം വയ്യ. ഞാൻ പറഞ്ഞല്ലോ, മടിയാണ്. അപ്പോൾ അതുകൊണ്ട് കാലുകൊണ്ട് നീക്കിയിട്ട് പെട്ടെന്ന് തൂത്തു. പിന്നെ അരി അടപ്പയിടാനായിട്ട് പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അരി വെള്ളം ഓൾറെഡി നേരത്തെ ഞാൻ വെച്ചിട്ടുണ്ട്. അത് തിളച്ചു. അത് കഴിഞ്ഞിട്ട് അരി അടപ്പയിടാനായിട്ട് എടുത്തു. അതും കഴുകി പെട്ടെന്ന് അരി അടപ്പയിടാമെന്ന് വെച്ചു. പെട്ടെന്ന് വേവുന്ന അരിയാണ്, കാരണം റേഷൻ അരി ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. ഒന്ന് തിളച്ച് കുറച്ച് നേരം ഒന്ന് കിടന്ന് തിളച്ചാൽ മതി, അപ്പോഴത്തേന് വേവും. വേണമെങ്കിൽ നമുക്ക് പായസമാക്കി ഉപയോഗിക്കാം. പായസമായി കിട്ടുകയും ചെയ്യും നമുക്ക്. ഞാൻ സത്യമാണ് പറഞ്ഞത്, കള്ളമല്ല, ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? റേഷൻ അരി പായസമാക്കി കുടിക്കാമെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ അങ്ങോട്ട് പാസ് ചെയ്തത് നീലൂട്ടൻ കേട്ടോ. നീലൂട്ടൻ പൂച്ചയെ കാണാനായിട്ട് പോയി. പിന്നെ രാവിലത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് ശടപടേന്നൊന്ന് കഴുകി വെച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഇന്ന് അതിശയം കേട്ടോ, ഞാൻ രാവിലെ പാത്രം കഴുകിയത്. ഇല്ലെങ്കിൽ പാത്രം കഴുകാറേയില്ല. രാവിലെ കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് രാവിലെ എടുക്കുന്ന പാത്രങ്ങളൊന്നും ഞാൻ അങ്ങനെ രാവിലെ തന്നെ കഴുകി വയ്ക്കാറില്ല. അന്നേരം എടുക്കുന്ന പാത്രങ്ങൾ അന്നേരം കഴുകി വയ്ക്കുന്ന സ്വഭാവം എനിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, മടിയാണ് മെയിൻ. അങ്ങനെ കഴുകാറില്ല. പക്ഷേ ഇന്ന് എന്താണെന്നറിയത്തില്ല, ഇന്ന് ഉച്ചയായപ്പോഴത്തേന് കാപ്പി കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കഴുകി വെച്ചു. എന്തോ പറ്റിയുണ്ട്, ഇന്ന് മഴ പെയ്യുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് ചടപടയെന്നൊന്ന് കഴുകി വെച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയി തുണി നനച്ചായിരുന്നു കേട്ടോ. തുണി നനച്ചു. നീലൂട്ടനൊരു മുട്ടയൊക്കെ പൊരിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് തുണി നനച്ചു. അവൻ്റെ വയറ് നിറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കെപ്പോൾ എന്താ വേണമെങ്കിലും ജോലി ചെയ്യാൻ പറ്റും. വിശന്ന് കഴിഞ്ഞാൽ അവൻ വഴക്കുണ്ടാക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അവനൊരു മുട്ടയൊക്കെ പൊരിച്ച് കൊടുത്തിട്ട് ഞാൻ നേരെ പോയി തുണി കഴുകാൻ. തുണി കഴുകിയിട്ട് തുണി കഴുകുന്ന വ്ളോഗൊന്നും എടുക്കാനായിട്ട് നിന്നില്ല. അത് ആർക്കും അറിയാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ ചോദിക്കും, ഇതൊക്കെ ആർക്കെങ്കിലും അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊന്നും അല്ല. നിങ്ങൾക്ക് നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നു. തുണി നനയ്ക്കുന്ന വീഡിയോ എടുക്കണമെന്ന് എനിക്ക് തോന്നിയില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ചോറ് വെന്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഗ്യാസിൻ്റെ അവിടേക്ക് ഒന്ന് തുടയ്ക്കും കേട്ടോ. ജോലി എത്രയും വേഗം തീർത്ത് കഴിഞ്ഞാൽ അത്രയും വേഗം എവിടെയെങ്കിലും പോയിരിക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോകാൻ. ചോറ് കഴിക്കാൻ നീലോട്ടൊരു ചോറ് കൊടുക്കണം. പിന്നെ
വൈകിട്ടത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം, തൂത്തുവാരണം, മുറ്റം തൂക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ശടപടയെന്നൊന്ന് ചെയ്തു. അപ്പോഴാണ് ഞാൻ നോക്കിയത് നമ്മുടെ ഉപ്പ് ഇരുന്ന പാത്രത്തിൽ ഉപ്പ് തീർന്നു. അപ്പം പുതിയ പാക്കറ്റ് ഉപ്പ് തട്ടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അന്നേരം നമുക്ക് കറി വയ്ക്കുമ്പം എളുപ്പമാണല്ലോ, ഇല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ഇപ്പോൾ പാക്കറ്റ് കട്ട് ചെയ്യണം, ഉപ്പ് അങ്ങനെ എടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. ഇതാകുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് കറി വയ്ക്കുമ്പോൾ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ അതും നടന്നു. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചു പെട്ടെന്ന്. പിന്നെ നമ്മുടെ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ചരുവത്തിലോട്ട് തിരിച്ച് തട്ടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം വെളിയിലോട്ട് ഇറങ്ങാൻ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഇവിടെ വന്ന് ഫോണിൽ കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ. മുറിയിൽ വന്ന് ഫോണിൽ കളിച്ചുകൊണ്ട് കിടന്നു. അങ്ങനെ കിടന്നു. പിന്നെ ഒരു 10-15 അരമണിക്കൂർ കിടന്നതിന് ശേഷം നീലൂട്ടന് ചോറും കൊടുത്തു. ഞാനും ചോറ് കഴിച്ചിട്ട് ഞാൻ തുണി പറക്കാനായിട്ട് പോകും. ഉണങ്ങിയ തുണികളൊക്കെ അങ്ങ് പറക്കാമെന്ന് വിചാരിച്ചു. 2-3 താഴെയൊക്കെ വീണ് കിടപ്പുണ്ട്, ഗേറ്റിലിട്ടത്. അപ്പോൾ നമ്മുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ആരോ ഓട്ടോ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തങ്ങണ്ട് വന്ന ആരോ. അപ്പം ആ ഓട്ടോയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ തുണിയൊക്കെ പറക്കിയതിന് ശേഷം വേണം നമുക്കിനി മുറ്റം തൂക്കാൻ. പെരയ്ക്കകമൊക്കെ ഓൾറെഡി തൂത്തിട്ടേക്കുമായിരുന്നു. അപ്പം തുണിയെല്ലാം പറക്കി ഇനി പോയി നമുക്ക് മുറ്റം തൂക്കാം. മുറ്റം തൂക്കുന്നത് അത്ര വലിയ കരിയിലൊന്നും ഇല്ല കേട്ടോ. നിൽക്കുന്ന മാവ് കണ്ടോ, ആ മാവിൽ നിന്ന് വീഴുന്ന ഇലകൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ അധികമൊന്നുമില്ല. ബാക്കിൽ പിന്നെ ഞാൻ തൂത്തിട്ട് കുറച്ച് ദിവസമായി, കാരണം അവിടെ എല്ലാം പോച്ച കയറി നിൽക്കും. ഇനി ആ പോച്ചയൊക്കെ പറിച്ച് കളഞ്ഞിട്ട് വേണം അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കണം. അത് ഈ മഴയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടേ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇനി ഇത് കഴിഞ്ഞ് മുറ്റം തൂത്തിട്ട് വേണം നമുക്ക് വിളക്ക് തേക്കാനുണ്ട്. വിളക്കൊക്കെ തേക്കണം. അപ്പം ആ തുണികൾ ഉണങ്ങാനുള്ള തുണികളാട്ടോ, ഉണങ്ങിയിട്ടില്ല, നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഇനി മഴ പെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമുക്കതിങ്ങ് പറക്കിയെടുക്കാം. നീലൂട്ടൻ അവിടെ വന്ന് നിന്നിട്ട് ഏതാണ്ടൊക്കെ എന്നോട് പറയും കേട്ടോ. ഞാൻ വിരട്ടി നിർത്തിയേക്കുവാ വെളിയിൽ ഇറങ്ങരുതെന്നും പറഞ്ഞിട്ട്. ഞാൻ തൂത്തിട്ടേക്കുവാണ്ട് അവൻ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചെരുപ്പിട്ടിട്ടാണ് വെളിയിൽ ഇറങ്ങുന്നതെങ്കിലും ചിലപ്പോൾ അവൻ ഓർക്കാതെ ചെരുപ്പിട്ടുകൊണ്ട് അങ്ങകത്ത് കയറിപ്പോവും. അപ്പോൾ അതെനിക്ക് പിടിക്കത്തില്ല. ആ ബാക്കിലോട്ട് വെള്ളം വീഴുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ ഓസിൻ്റെ ചെറിയൊരു ഭാഗം ഇത്തിരി തുള വീണിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൂടെ വെള്ളം ലീക്കാവുന്നതാണ്. അപ്പോൾ അതെൻ്റെ ചെരുപ്പാട്ടോ. ചെരുപ്പൊക്കെ ഒന്ന് ഇത്തിരി വെള്ളം ഒഴിച്ച് മെനക്കാക്കി വെക്കാമെന്ന് വിചാരിച്ചു. കഴുകുന്നുമില്ല, ജസ്റ്റ് ഇത്തിരി വെള്ളം ഒഴിച്ച് കഴുകി കളയാമെന്ന് വിചാരിച്ചു. എൻ്റെ നീലൂട്ടൻ്റെ ചെരുപ്പ്, നീലൂട്ട അത് വീട്ടിലിടുന്ന ചെരുപ്പാട്ടോ. പുറത്ത് പോകുമ്പോൾ ആ ചെരുപ്പ് ഇടാറില്ല. അത് പുറത്ത് ഊരിപ്പോകും. അപ്പോൾ അതുകൊണ്ട് പുറത്ത് പോകുമ്പോൾ ആ ചെരുപ്പ് ഇടാറില്ല. അപ്പം വിളക്കൊക്കെ തേച്ചു. വിളക്കും തേച്ച് കഴിഞ്ഞു. ഇനി ബാക്കി അപ്പം ഞാൻ വിളക്ക് കത്തിക്കാനായിട്ട് പോകട്ടോ. കുളിച്ച് റെഡിയായിട്ട് വന്നു. വെള്ളം എടുക്കാനായിട്ട് പോകട്ടോ. എങ്ങോട്ട് പോകാമെന്ന് ആലോചിച്ചായിരുന്നു. പിന്നെ കുറച്ച് തുളസിയില മാത്രമേ ഉള്ളൂ, വേറെ പൂക്കളും ഒന്നുമില്ല. അപ്പം പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്ന്, തുളസിയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് വെക്കുക. വല്ലപ്പോഴും നമ്മുടെ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന ചെമ്പരത്തി ഉണ്ടോ, അതിൽ ഓരോ പൂവ് വെച്ച് ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്നില്ല, കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വിളക്ക് കത്തിക്കാനായിട്ട് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നേരെ വൈകിട്ട് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ, കാപ്പി വല്ലതും എടുക്കുന്നുണ്ടെങ്കിൽ അത് നേരെ അടുക്കളയിലോട്ട് പോകട്ടോ. പിന്നെ അല്ലെങ്കിൽ ഹാളിൽ തന്നെ ഇരിക്കും, ടി വിയൊക്കെ കണ്ടുകൊണ്ടിരിക്കും. ഇന്ന് നമ്മളിപ്പം ഇടിയപ്പം എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചേട്ടായി കടയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇടിയപ്പത്തിൻ്റെ പൊടിയും തേങ്ങയൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പം വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് പോകണം. ഈ വിളക്ക് ഞാൻ ഇവിടുന്ന് ഒരു മൂലയ്ക്കോട്ട് മാറ്റി വയ്ക്കും കേട്ടോ. കാരണം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കാറ്റടിച്ച് അണഞ്ഞു പോവും. അപ്പം പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്നു. കൊണ്ടുവന്ന സാധനങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പഴം ഉണ്ടല്ലോ, പച്ചപ്പഴം, റോബസ്റ്റ പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏത്തപ്പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അര കിലോ വെച്ചിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഏത്തപ്പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കവറ് വെളിച്ചെണ്ണ, പിന്നെ ഇടിയപ്പത്തിൻ്റെ പൊടി, പിന്നെ 2 തേങ്ങ,
പിന്നെ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ, ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാൻ അറിഞ്ഞില്ലായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് ചിക്കൻ മസാല ഇരിപ്പുണ്ടായിരുന്നു. അപ്പം കറി വയ്ക്കണ്ട, ഫ്രൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. നമ്മുടെ ലിവർ കറി ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഫ്രൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞു നീലൂട്ടന് കൊടുക്കാനായിട്ട്. അപ്പം അത് കഴുകി റെഡിയാക്കിയിട്ട് ഫ്രൈ ചെയ്യാനുള്ളത് മാറ്റി എല്ലാം കൂടെ മൊത്തത്തിൽ കഴുകി കേട്ടോ, എല്ലാം ക്ലീൻ ആക്കിയിട്ട് പകുതി പിന്നെ കാലും ഒക്കെ കൂടി എടുത്തിട്ട് ഫ്രൈ ചെയ്യാനായിട്ടും പുരട്ടി വെച്ചു. ബാക്കി എടുത്തൊരു പ്ലാസ്റ്റിക് പാത്രത്തിലാക്കി നമ്മുടെ ഫ്രിഡ്ജിലും വെച്ചു. അത് നാളെയോ മറ്റന്നാളോ കാണാം, നമുക്ക് കറി വയ്ക്കാം. അപ്പോൾ ഞാൻ മസാലയൊക്കെ ചേർത്ത് ചിക്കൻ പുരട്ടി വെക്കുക കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരത്തെ പുരട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാറാകുമ്പോൾ എടുത്ത് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു. അങ്ങനെ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ പെട്ടെന്ന് കട്ടാകും കേട്ടോ. നീലൂട്ടൻ വന്നു, കാരണം നീലൂട്ടൻ നിക്കറൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ കട്ട് ചെയ്തു. വീഡിയോയിൽ അവനെ കാണിച്ചിട്ടില്ല. പിന്നെ ഇടിയപ്പത്തിന് കുഴച്ചു. എന്തോ മഹാഭാഗ്യം കൊണ്ട് ഇടിയപ്പത്തിൻ്റെ മാവ് കുഴച്ചത് എനിക്ക് ശരിയായി കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇടിയപ്പം ഉണ്ടാക്കിയത് ഫ്ലോപ്പായി പോയായിരുന്നു. എനിക്ക് ഭയങ്കര കട്ടിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് പൊടിയുടെ ആയിരുന്നു എന്നെനിക്ക് തോന്നി. അങ്ങനെ അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ കുറേ കലാപരിപാടികളൊക്കെ ഇത്രയായിരുന്നു. അപ്പം ഇടിയപ്പമൊക്കെ ആവി വന്നു തുടങ്ങി. ഇനി ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ജോലി കഴിഞ്ഞു. ഇനി എടുത്ത കുറച്ച് പാത്രങ്ങൾ, ഇടിയപ്പം ഉണ്ടാക്കിയ പാത്രം അതൊക്കെ കഴുകി വെച്ചാൽ മതി. അപ്പോൾ ചിക്കനും ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പം അവിടെ റെഡിയായി, ചൂടൊക്കെ പോയി. ഞാൻ പാത്രത്തിലോട് തട്ടും. ചൂടത്ര പോയിട്ടില്ല, എന്നാലും പാത്രത്തിലോട് തട്ടുമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ ഇടിയപ്പം എനിക്ക് തൃപ്തിയായി കേട്ടോ. നല്ല അടിപൊളി ഇടിയപ്പമായിട്ട് വന്നു, നല്ല സോഫ്റ്റ് ഇടിയപ്പം. അപ്പം അടുത്ത ഒരു തട്ടും കൂടി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് ഞാനിങ്ങനെ റൗണ്ട് അടിച്ച് എങ്ങനെയൊക്കെയോ ആക്കി കൂട്ടി വെച്ച്. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം റെഡിയായി, ചിക്കൻ ഫ്രൈയും എല്ലാം റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.